എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. ചെറിയൊരു സന്തോഷ വാർത്തയുമാണ് ഇന്നത്തെ വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലെത്തുന്നത്. പ്രത്യേകിച്ചും കേരളക്കാർക്ക്. ആകത്തുക ഇന്ത്യയുടെ സർവേ പ്രകാരം ആയുസ്സിൻ്റെ കാര്യത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് കേരളമാണ്. അതായത് കേരളത്തിൽ ജീവിക്കുന്നവരുടെ ആയുസ്സിൻ്റെ വലുപ്പം മറ്റുള്ള സ്റ്റേറ്റിനെ അപേക്ഷിച്ച് വളരെ കൂടുതലായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥ. രണ്ട്, നമ്മുടെ ജീവിതശൈലി. മൂന്ന്, നമ്മുടെ ചിന്താഗതി. നാല്, നമ്മുടെ അധ്വാനം. ഈ ഘടകങ്ങളാണ് നമ്മുടെ ആയുസ്സിനെ കൂട്ടാൻ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഘടകങ്ങൾ. എന്നാൽ ഇതിന് മറ്റൊരു ഭാഗമുണ്ട്. ഇത് കുറയാനുള്ള സാധ്യതയാണ് ഇനി വരും നാളുകൾ. കാരണം ഇന്നത്തെ യുവജനങ്ങൾ, യുവാക്കൾ, യുവതികൾ അവരുടെ ജീവിതശൈലി മറ്റു പലതും തികച്ചും വ്യത്യസ്തമാണ്. ഇപ്പോൾ എൻ്റെ പ്രധാന കാരണം ഇവരുടെ ജോലി തന്നെയാണ്. പ്രത്യേകിച്ച് IT മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അവർക്കൊരു ഫിക്സ് ടൈം വച്ച് അവരുടെ ലൈഫിനെ പ്രോഗ്രാം ചെയ്യാൻ പറ്റില്ല. ഒന്നാമത് അവർക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ വർക്ക് അറ്റ് ഹോം എന്നുള്ളൊരു കോൺസെപ്റ്റും ഉണ്ട്. അത് പല സമയത്ത് രാത്രി സമയങ്ങളിലാണ് അത് കൂടുതലും അവർക്ക് വർക്ക് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ശരിയായ രീതിയിൽ അവർക്കൊരു പ്രോഗ്രാം ചെയ്യാൻ, ഒരു ലൈഫ് പ്ലാനിങ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. നൈറ്റ് മൊത്തം ഹോം അറ്റ് വർക്ക് നൽകിയാൽ അവർ ക്ഷീണിതരായി അവർ ഉറങ്ങുന്നു. അപ്പോൾ ഉറങ്ങിക്കഴിയുമ്പോൾ ഇവർക്ക് സമയത്തിന് ഫുഡ് കഴിക്കാൻ പറ്റില്ല. പിന്നെ ഇവർ ഉണർന്നത് ഈവനിങ് ബൈ 7 o'clock. ആ സമയത്തായിരിക്കും ഇവരുടെ ആഹാരം കഴിക്കുക, ഡിന്നർ. പലരും ലഞ്ച് കഴിക്കാറില്ല. ഇതൊക്കെ ബോഡിയെ വലുതായിട്ട് എഫക്റ്റ് ചെയ്യും. അപ്പോൾ ഇത് IT മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഏറ്റവും പ്രധാനം ഒരു സിസ്റ്റം ഉണ്ടാക്കുക. രണ്ടാമത് ഏറ്റവും കൂടുതൽ ആരോഗ്യത്തെ ബാധിക്കുന്നത് ഫുഡ് സിസ്റ്റമാണ്. അതായത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഈ യുവജനങ്ങൾ ഈ ജങ്ക് ഫുഡിലേക്ക്, അതായത് ഫാസ്റ്റ് ഫുഡിലേക്ക് തിരികെയാണ്. ഈ ഫാസ്റ്റ് ഫുഡും ജങ്ക് ഫുഡും അത്ര നന്നല്ല. കഴിവതും വീട്ടിൽ പാചകം ചെയ്യുന്ന ആഹാരങ്ങൾ കഴിച്ചാൽ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാം. ഒരു വ്യക്തിയുടെ ആരോഗ്യത്തിൻ്റെ പ്രധാന കാരണം ആ വ്യക്തിയുടെ ജീവിതശൈലിയാണ്. നാം ജീവിതശൈലി എങ്ങനെ നാം ട്യൂൺ ചെയ്യുന്നു അതനുസരിച്ചായിരിക്കും നമ്മുടെ ആരോഗ്യവും നമ്മുടെ ആയുസ്സും നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് എല്ലാ യുവജനങ്ങളോടും ഒന്ന് മാത്രമേ പറയാനുള്ളൂ: ആരോഗ്യത്തെ സൂക്ഷിക്കുക, ആയുസ്സിനെ നീട്ടുക. കഴിയുന്നതും ഹോസ്പിറ്റലിൽ ഒരു രോഗിയായി പോകാതിരിക്കുക. അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ്. എപ്പോഴും നാം ചെയ്യുന്നത് ഇന്നത്തെ കുഞ്ഞു ഫാമിലി, ഒരു ഹസ്ബൻഡ്, വൈഫ്, ഒരു കുട്ടിയും കാണും. ഒരാൾക്ക് ഒരു രോഗം വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ വൈഫിനാണ് രോഗമെങ്കിൽ ഭർത്താവ് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്യണം, ഹോസ്പിറ്റലിൽ പോകണം. അപ്പോൾ രണ്ടുപേർക്കും ജോലി ചെയ്യാൻ വയ്യാത്തൊരവസ്ഥ വരികയാണ്. കാരണം മുൻകാലങ്ങളെപ്പോലുള്ള ഒരു കൂട്ടുകുടുംബമല്ല ഇന്ന് നമ്മുടെ രീതികൾ ഒക്കെ മാറിയിരിക്കുന്നു. കാരണം ജോലിയുമായിട്ട് ഇപ്പോൾ കേരളത്തിലുള്ളവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പല ഭാഗത്തായിട്ട് മാറിയൊക്കെയാണ് താമസിക്കുന്നത്. വല്ലപ്പോഴും മാത്രമേ അവർക്ക് അവരുടെ കുടുംബങ്ങളിൽ എത്താൻ പറ്റുന്നുള്ളൂ. ഇതൊക്കെ ഒരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എങ്കിൽ തന്നെയും ഇതുവരെയായി കേരളീയർക്ക് കിട്ടുന്ന ആ ആയുസ് മറ്റൊരു സ്റ്റേറ്റിനും ഉണ്ടാകുന്നില്ല. വി ആർ പ്രൗഡ് ഓഫ് ദാറ്റ്. പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ കുറച്ച് കഷ്ടപ്പെടണം. ഇത് കാരണം മുൻകാലങ്ങളിൽ ജീവിച്ചവർ അവർക്ക് കൃഷി ഇടങ്ങളിൽ പണിയും കൃഷിത്തോട്ടങ്ങളിലും മറ്റു പല രീതിയിലും അവരുടെ ജീവിതശൈലി വളരെ ഇതായിരിക്കും. രാവിലെയുള്ള ഭക്ഷണ രീതി,
രാവിലെയുള്ള ഭക്ഷണത്തിൽ ഒരു കഞ്ഞിയും പയറും പപ്പടവും ഇതൊക്കെ ഇങ്ങനെ പോകും. പക്ഷേ ലളിതമായ ഭക്ഷണ രീതി, കൂടുതൽ കൊളസ്ട്രോളും മറ്റൊന്നുമില്ല. പിന്നെ അവരുടെ അധ്വാനം വളരെ ഹാർഡാണ്. അപ്പോൾ അവർക്ക് ഈ എക്സസൈസ് ചെയ്യേണ്ടി വരില്ല. ഇതിനൊക്കെ എല്ലാം ഒരു ശാശ്വത പരിഹാരം ഓരോ വ്യക്തികളും കണ്ടെടുക്കേണ്ടതാണ്. നല്ല ആരോഗ്യം, നല്ല ആയുസ്സം കിട്ടാൻ വേണ്ടി പ്രധാനമായ നമ്മുടെ ജീവിത ശൈലികൾ നാം തീർച്ചയായിട്ടും മാറ്റം വരുത്തണം. നല്ല വൈറ്റമിൻസുള്ള ഫുഡ് കഴിക്കുക, സമയത്തിന് ഉറങ്ങുക, നല്ലത് ചിന്തിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെ ആയുസ്സിനെ നമ്മൾ വളരെയായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും. ഒരിക്കലും എപ്പോഴും ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനും ശ്രമിക്കുക. അത് വലിയൊരു ഭാഗമാണ് ജീവിതത്തിൽ. ഇല്ലാത്തതിനെക്കുറിച്ച് ചിന്തിക്കുക. നമ്മുടെ കയ്യിലെന്തുള്ള അതുകൊണ്ട് തന്നെ ഈ നമ്മുടെ ജീവിതം നമുക്കത് പ്ലാൻ ചെയ്യാൻ പറ്റും. നമ്മുടെ ഈ കഴിയുന്നതും ഭാഗ്യവന്മാരെന്ന് പറഞ്ഞാൽ ഈ കേരളത്തിൽ ജനിച്ച് ഇവിടെ തന്നെ വളർന്ന് ഇവിടെ തന്നെ പഠിച്ച് ഇവിടെ ജോലി നോക്കി നമുക്കറിയില്ല. നമ്മുടെ പുറം രാജ്യങ്ങളിൽ പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അറിയില്ല. അത് അവിടെ ഉള്ളവർ ആത്മാർത്ഥമായിട്ട് അവർ പറഞ്ഞു തരും. അതുകൊണ്ട് കഴിയുന്നതും മുൻകാലങ്ങളിൽ നമ്മുടെ പൂർവികർ ജീവിച്ച ചില ജീവിതശൈലിയുണ്ട്. ഇപ്പോൾ ഒരു ചെറിയൊരു ശതമാനം ആൾക്കാർ മാത്രമേ ജിമ്മിലൊക്കെ പോയി എന്തെങ്കിലുമൊക്കെ എക്സസൈസ് ചെയ്യുന്നുള്ളൂ. അത് ഇപ്പോൾ തന്നെ നമ്മുടെ ഒരു വിവാദം വരുന്നത് സിംബ എന്തോ, ശരിക്കും എൻ്റെ പ്രൊനൗൺസിയേഷൻ തന്നെ വരുന്നില്ല. ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. അതായത് അത് വീട്ടിൽ തന്നെ ചെയ്യാമെന്നുള്ള കാര്യങ്ങൾ, അതുകൊന്ന് ഈ ജോലി സ്ഥലത്തും അവിടെയൊക്കെ ഈ കാട്ടിക്കൂട്ടേണ്ട കാര്യങ്ങളൊന്നുമില്ല. അതൊരു നോർമൽ എക്സസൈസാണ്. അത് എക്സസൈസ് വളരെ അത്യാവശ്യമാണ്, നല്ല കാര്യമാണ്. പക്ഷേ അതിന് ആൾക്കാർ പല രാഷ്ട്രീയക്കാരും പല കാര്യങ്ങളും വന്ന് യോഗ എന്നും പല എന്തൊക്കെയോ പറയുന്നു. ദറ്റ് ഈസ് എ ഗുഡ് തിങ് ഫോർ ദ ബോഡിക്ക് നല്ല ഗുണം ചെയ്യാണ്. അതുകൊണ്ട് നമ്മുടെ കേരളത്തിലുള്ള ഈ വീഡിയോ കാണുന്ന കരിയർ പറയേണ്ടുള്ളത്, നമ്മുടെ ജീവിതശൈലികൾ നല്ല രീതിയിൽ അപ്ഡേഷൻ ചെയ്യുക, നമ്മുടെ ആയുസ്സ് നീട്ടുക, ആരോഗ്യകരമായി ജീവിക്കാൻ ശ്രമിക്കുക. ഈ വിശേഷങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളെ അറിയിക്കണം. ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. ഞാൻ GK തുമ്പക്കാരൻ. താങ്ക് യു.